എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് ഇവിടെ നിഫ്റ്റി നോക്കിയാൽ നമുക്ക് CPR-ൻ്റെ ഒരു ഓപ്പൺ വന്നിട്ട് R2-ൻ്റെ മുകളിലാണ് വന്നിട്ട് R2 കട്ട് ചെയ്ത് താഴെ ഇറങ്ങി അവിടുന്ന് പിന്നെ അവിടുന്ന് വൺ സൈഡ് ഇറക്കം നല്ല രീതിയിൽ ഇറങ്ങി എവിടം വരെ വന്നു 2 ക്യാൻഡിൽ തന്നെ 25,056 അടിച്ചു. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറി പ്രീവിയസ് ഡേ ഹൈ ജസ്റ്റ് എന്നടിച്ച് വീണ്ടും തിരിച്ചിറങ്ങി. ഇത് നോക്കി ഇരിക്കുന്നവർക്ക് CPR വെച്ച് നല്ല അടിപൊളി ചാൻസ് നിഫ്റ്റിക്കകത്ത് ഉണ്ടായിരുന്നു. നിഫ്റ്റി ഇച്ചിരി ട്രെൻഡ് വീക്കാവുന്നവർ തോന്നുന്നു, എന്നാലും നിഫ്റ്റിക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട് 25,450 മുകളിൽ ഒരു പ്രാവശ്യം കയറി പോകാനുള്ളത്. ഏതെങ്കിലും നല്ലൊരു പോസിറ്റീവ് ന്യൂസ് കിട്ടിയാൽ അത് കയറി വരും. ബാങ്ക് നിഫ്റ്റിയും നല്ല ഇത് ഇവിടെ നോക്കിയാൽ അറിയാം, R1-ൻ്റെ മുകളിൽ ഓപ്പണായി നേരെ കുത്തനെ ഇറങ്ങി പോകുന്നു. ഇതിനകത്തും ഓപ്ഷൻ ചെയ്യുന്നവർക്കൊക്കെ നല്ല ചാൻസ് CPR നമ്മൾ ചെയ്യുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിനകത്തും പിന്നെ ബാങ്ക് നിഫ്റ്റിയിലും എപ്പോഴെങ്കിലും പോസിറ്റീവ് ഒരു ചാൻസ് കിട്ടിയാൽ അത് മാക്സിമം പോകാനുള്ളൊരു ചാൻസ് 58-59 റേഞ്ചിലോട്ട് പോകാനൊരു ചാൻസ് ഉണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ മാർക്കറ്റ് നല്ല സപ്പോർട്ട് വേണം, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് താഴോട്ടോ പോകാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ ഇന്ത്യ വിക്സ് 14 അതപ്പോൾ വലിയ ഒരു ഹെവി മൂവ്മെൻ്റ് ആയിട്ട് മാർക്കറ്റ് കാണാൻ ചാൻസ് കുറവാണ്. പക്ഷെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഓൾറെഡി മാർക്കറ്റ് നല്ല ഹൈ നിൽക്കുകയാണ് ഷെയറുകളും എല്ലാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഷെയറിനകത്തൊക്കെ പ്രാവശ്യം ബുക്ക് ചെയ്ത് മാറുന്നത് നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണ് ഇതിൻ്റെ ഈ താഴോട്ട് കാണുന്ന ഷെയറുകൾ. ഇത്രയും ഷെയർ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു 15 ഷെയർ എടുത്താൽ നമുക്കൊരു 6-7 ഷെയറിന് നല്ല ചാൻസ് കിട്ടും, നല്ല ഒന്നാന്തരം ചാൻസ് കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്യുക. അത് ഞാൻ ഇന്നലെ എപ്പോഴും പറയുന്നത് ഇവിടെ സോർട്ട് ചെയ്യുക. ഇതിനകത്ത് നമ്മുടെ എന്താണ് പറയുന്നത്, ഈ ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ എനിക്കിങ്ങനെ സോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഷെയറുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഷെയർസിനകത്തായിരിക്കും നമുക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടുന്നത്. ഡൗണിൽ പോയ ഷെയറിനകത്ത് കരികൾ നോക്കാതിരിക്കുക. ഇതൊക്കെ ആദ്യം ചാൻസ് തന്നിട്ട് ഇറങ്ങിപ്പോയ ഷെയറുകളാണ് ഈ കാണുന്നത്. അത് ഞാനിപ്പോൾ 4-5 ഷെയർ കാണിച്ചു തരാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഇങ്ങനെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതിനകത്ത് നോക്കി അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നല്ല ചാൻസ് തന്ന ഷെയറുകളെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ബജാജ് ഇൻഡസ്ട്രീസ് ഇടയ്ക്ക് നല്ലൊരു ചാൻസ് ഓപ്പണിങ്ങിൽ അപ്പർ സർക്യൂട്ടിൽ പോയി, അതിനുശേഷം അതിൻ്റെ ഈ ലെവല് 427 കട്ട് ചെയ്തപ്പോൾ നമുക്ക് 401 വരെ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് തിരിച്ച് കയറി ഇത് വന്നതിന് ശേഷം തിരിച്ച് ഇറങ്ങിയിട്ടില്ല, വൺ സൈഡ് പിന്നെ കയറിപ്പോയി വീണ്ടും അപ്പർ സർക്യൂട്ടായി. 10% ആണ് ഈ ഷെയർ നാളെ ശ്രദ്ധിക്കണം. ഈ ഷെയർ ഒന്നുകിൽ ചിലപ്പോൾ 5% ആയിരിക്കും. 5% ആണ് വീണ്ടും പോയി അപ്പർ ലോക്ക് അടിച്ചാലും ചിലപ്പോൾ തിരിച്ച് അതേപോലെ ഡൗൺ ലോക്ക് വരും, ഡൗൺ സർക്യൂട്ടിൽ പോകും. വോളിയത്തിൽ ഈ ഷെയറിനകത്തൊരു ഡൗൺ ട്രെൻഡ് കാണുന്നുണ്ട്. അന്നേരം നമുക്ക് നല്ല എൻട്രി എടുക്കാൻ പറ്റും ഇതിനകത്ത്. പക്ഷെങ്കിൽ നോക്കി ചെയ്യണം. പെട്ടെന്ന് പോയിട്ട് കയറുന്ന കണ്ടുകൊണ്ട് പോയി സെല്ല് ചെയ്ത് വെക്കരുത്. അതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. പിന്നെ നമുക്ക് നല്ല ചാൻസ് എന്നൊരു ഷെയർ ആയിരുന്നു GOCL എന്ന് പറയുന്ന ഷെയർ. ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിംഗ് വന്നു, ഇവിടെ താഴെ അടിക്കുന്നുണ്ട് 397 എന്നത് 389 വരെ വരുന്നത്. അതിനുശേഷം തിരിച്ചു പോയി ഹൈ അടിക്കാൻ നമ്മൾ നോക്കുന്ന അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക. ഇത് കണ്ടില്ലേ, ഇവിടെ അടുത്ത ലെവലിൻ്റെ മുകളിൽ പോയി ട്രേഡായി തിരിച്ചിറങ്ങി നമ്മൾ ഇവിടെ വീണ്ടും എൻട്രി അടിച്ച് 416 എടുത്താൽ നമുക്ക് 396 വരെ കിട്ടി. 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ സോമനി സെറാമിക്സ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഇത് പ്രീവിയസ് ഡേ ഹൈ ഓപ്പണിംഗ് വരുന്ന R1-ന് മുകളിൽ ഓപ്പണിംഗ് ആയി ഇവിടെ ഒരു ഹൈ അടിച്ചു. അതിനുശേഷം ഇത് കട്ട് ചെയ്തു, R1-ന് താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഹൈയിലോട്ട് പോകും. സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈ വെക്കേണ്ടി വരുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാം. ഇവിടെ നമ്മൾ 596 എൻട്രി എടുത്താൽ നമുക്ക് 560 വരെ നല്ല പ്രോഫിറ്റ് അവിടെ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ലെവലിൽ പോയി ഇറങ്ങുമ്പോൾ ഇവിടെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വിട്ടേക്കുക. 2 പ്രാവശ്യം നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ മേത്താൻ അലോയ് എന്ന് പറയുന്ന ഈ ഷെയർ ഇവിടെ നോക്കിയാൽ അറിയാം,
ഈ ഓപ്പണിംഗ് ക്യാൻഡിൽ ഏതാണ്ട് ഇതാണ് ഹൈ അടിച്ചേക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ വിക്കായിട്ടുള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഹൈ. ഇതിന് ശേഷം ഹൈ പോയി ഇവിടെ ഇത് കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ്. അതിനുശേഷം നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1246 എൻട്രി എടുത്താൽ അതുകൊണ്ട് ഇവിടം വരെ വരുന്നുണ്ട്, 1208 വരെ വരുന്നുണ്ട്. തിരിച്ച് ഇതിന് മുകളിൽ കയറുന്നുണ്ട്, പക്ഷേ എങ്കിൽ നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസിന് മുകളിലോട്ട് കയറുന്നില്ല. അതുപോലെ ബി എസ് സിയും ഇവിടെ നോക്കിക്കേ, ഓപ്പണിംഗ് ഇവിടെ വന്നു, ഹൈ അടിച്ചു, പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി. ഇവിടെ 324 താഴോട്ട് ഇറങ്ങിയപ്പം 3024 താഴെ ഇറങ്ങിയപ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 2975 വരെ വരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്തോ അടുത്ത ലെവലിലോട്ട് പോകുന്നു നോക്കി, പോയിട്ടില്ല. തിരിച്ച് വീണ്ടും പഴയ ലെവലിൽ താഴോട്ട് വരുന്നത്. അവിടെ വന്നിട്ട് അത് വീണ്ടും തിരിച്ചെത്ര 2986 വരെ വന്നു. വീണ്ടും നോക്കി ടച്ച് ചെയ്യുന്നു, ഹൈ അടിക്കുന്നില്ല. ആ ഒരു സ്റ്റോപ്പ് ലോസ് മനസ്സിൽ വെച്ചാൽ 3 പ്രാവശ്യം ഇതിനകത്ത് എൻട്രിയാണ്. നല്ല സൂപ്പർ എൻട്രിയാണ് ഷെയറിനകത്ത് കിട്ടുന്നത്. അതുപോലെ ബാലു ഫോർജിനകത്തും ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് വന്നു. ഇത് കുറേ ഷെയറുകൾ പറയുന്നത് നിങ്ങളെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ വന്നതിന് ശേഷം നേരെ കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം R1 പോകുന്നില്ല, ഇവിടെ കട്ട് ചെയ്യുകയാണ്. ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ 769 റേഞ്ചിൽ നിന്ന് എടുത്താൽ നമുക്ക് 751 വരെ കാണിക്കുന്നുണ്ട്. അതുപോലെ MCX ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇറങ്ങി, R1 പോകാതെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നോക്കി 7981 7751, 200 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഷെയർ. IIFL ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോകുന്നില്ല. നമ്മൾ തിരിച്ച് ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ 89 താഴെ വരുമ്പോൾ നമുക്കൊരു ചാൻസ് എടുത്താൽ 89 രൂപ 10 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ OCCL എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങി. 182 എന്നത് 178 വരെ വന്നു, 4 രൂപ പ്രോഫിറ്റ് വന്നു. അതിനുശേഷം അടുത്ത ഹൈ അടിച്ചു, തിരിച്ച് വന്ന് പുതിയ ഹൈ അടിച്ചു, പക്ഷേ R1 പോകുന്നില്ല. പക്ഷേ തിരിച്ച് വീണ്ടും വന്ന് പഴയ ലെവൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എൻട്രി എടുക്കുക. ഇവിടുന്ന് 182 വീണ്ടും 177. പക്ഷേ ഒരു നല്ല മൂവ്മെൻ്റ് ഇല്ല, എന്നാലും 4 രൂപ മോശമല്ല. സുദർശൻ കെമിക്കൽ നോക്കി ഒത്തിരി ഷെയർ ഉണ്ടായിരുന്നു. സുദർശൻ കെമിക്കലും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയതിനു ശേഷം വൺ സൈഡ് ഇറങ്ങണം. 1299 1260 വരെ വന്നിട്ടാണ്. വേറെ ഷെയറും എല്ലാം ഉണ്ട്. HBSL എന്ന് പറയുന്ന ഷെയർ, അതും R1 അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങി. നമുക്ക് പക്ഷേ ഇവിടെ എൻട്രി എടുത്താൽ 103 എൻട്രി എടുത്താൽ നമുക്ക് 98 വരെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാ ഷെയർ കുറേ വീണ്ടും ഷെയർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഏകദേശം 8-9 ഷെയറാണ് ഞാൻ കാണിച്ചു തന്നു. ഇതിനകത്തൊക്കെ നമുക്ക് എൻട്രി നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. നിഫ്റ്റിക്കകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കിയെടുക്കണം. അല്ലാതെ നമ്മൾ മൊബൈലിൽ ട്രേഡ് ചെയ്താൽ ഈ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. മൊബൈലിൽ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് പിന്നെ നമ്മൾ മൊബൈൽ പൂട്ടി വെച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നടന്ന മൂവ്മെൻറ്റ് എന്തോന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ആ ചാൻസ് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ 13 ഷെയറിൻ്റെ CPR ലെവലുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പം ഈ അനുരസ് എന്ന് പറയുന്ന ഷെയർ 1102 ഹൈ, ഇത് 52 വീക്ക് ഹൈ ആണ് ഈ ഷെയർ. അപ്പോൾ ഈ പ്രീവിയസ് ഡേ ഹൈയിൽ നിന്നോ R1 റേഞ്ചിൽ നിന്നൊക്കെ ഇത് നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഡാറ്റ പാറ്റേൺസ് 3136, അതും ഈ R1 ലെവലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് നോക്കുക. അട്ടൽ റിയൽ ഈ ഷെയർ വേണ്ട, ഇത് തെറ്റി വന്ന ഷെയറാണ്, അതൊന്നും വേണ്ട. ITDC സിമെൻറ്റും നോക്കുക, ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്താണ്. ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയതിന് ശേഷം ഈ 2 ലെവലിന് താഴോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കുക. മാർക്കറ്റിൽ അന്നേരത്തെ മൂവ്മെൻറ്റിനനുസരിച്ച് നോക്കുക. ജിന്താൽസോ അതും നോക്കിയ ഹൈയും R1 അടുത്തടുത്താണ്. ഇതിനകത്തും ഇതുപോലെ ചാൻസ് നോക്കാം. ബജാജിൻ്റെ ഈ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. 10% ആണെങ്കിൽ
ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഇറക്കം ഇറങ്ങി തരാം ഈ ഷെയർ. നാഹർ ക്യാപിറ്റൽ ഇപ്പം ബജാജ് ഇൻഡസ്ട്രീസ് ഇതിൻ്റെ 441. അതല്ല, ഇതിപ്പം നാളെ നിങ്ങൾ നോക്കിയോ, ഈ ഷെയർ വന്നിട്ട് ചിലപ്പോൾ 420 താഴോട്ടാണ് ഈ ഷെയർ ഓപ്പൺ ആയതെങ്കിൽ ഈ ഷെയർ തിരിച്ച് കയറി വന്നിട്ട് ഈ ലെവലിന് മുകളിൽ പോയതിന് ശേഷം, അതായത് 434 മുകളിൽ പോയതിന് ശേഷം തിരിച്ച് വൺ സൈഡ് ഇറങ്ങി പോരുവാണ് ഷെയർ. പക്ഷെങ്കിൽ ഓപ്പണിംഗ് ശ്രദ്ധിക്കേണ്ടത് ഈ ലെവലിന് താഴെ ആയിരിക്കണം ഓപ്പണിംഗ്. അതല്ല, ഹൈ ഓപ്പണിംഗ് ആണെങ്കിൽ ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ലെവലിൽ നിന്ന് ചാൻസ് കിട്ടും. അത് ശ്രദ്ധിക്കുക. നാഹർ ക്യാപിറ്റൽ നല്ല ഷെയറാണ്. അതും ഹൈയും R1 ഒരേ റേഞ്ചാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചാൻസ് നോക്കുക. എയറോളം എന്ന് പറഞ്ഞ ഈ ഷെയറും ഹൈയും R1 ഏകദേശം അടുത്തടുത്താണ്. ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് ടൈമിലുള്ള മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് ഇപ്പം നമ്മളിങ്ങനെ പറയുന്നെങ്കിലും മാർക്കറ്റ് ടൈമിൽ ചില ഷെയറിനകത്ത് ചിലത് വന്നിട്ട് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് അതിനകത്ത് നമ്മൾ പറയുന്ന ബെനിഫിറ്റ് കിട്ടില്ല. അപ്പം നമ്മൾ വിടുക ആ ഷെയർ. ഓക്കെ. അതുപോലെ ഈ അസാൽ എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ്ങിൽ ഈ ഷെയർ വന്നിട്ട് ഡൗൺ ഓപ്പണിങ് വന്നിട്ട് ഈ പിവോട്ട് ലെവല്, ഈ ലെവലിന് താഴെ പോയിട്ട് ഈ ലെവലിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പം ഒറ്റയടിക്ക് കയറി 600 പോകാൻ ചാൻസ് ഉണ്ട്. ബൈ ആണ് ഈ ഷെയർ. അങ്ങനെ വരുവാണെങ്കിൽ ബൈ ആണ് ഈ ഷെയർ. ഓപ്പണിങ് ഈ റേഞ്ചിനെ കാട്ടി താഴെ ആയിരിക്കണം. പിവോട്ട് ലെവലിന് താഴെ പോയിട്ട് തിരിച്ച് കയറണം. മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഷെയർ. BPL ഈ 100 ലെവലിന് മുകളിൽ പോയിട്ട് ചിലപ്പോൾ നല്ലൊരു ചാൻസ് താഴോട്ട് തരാം. നല്ല ചാൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2-3 രൂപയൊക്കെ ആയിരിക്കും കിട്ടും. 2-3 രൂപ എന്ന് പറയുമ്പോൾ 3%, 4% ഒക്കെ ആവും. അതുപോലെ ഈ ഷെയർ R1, R2 ലെവലിൽ നിന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ രണ്ട് GPIL, ഇതിനകത്ത് ചിലപ്പോൾ നല്ല ചാൻസ് കിട്ടും. ഓപ്പണിംഗ്, ഒരു ഹൈ ഓപ്പണിംഗ് വന്നാൽ 350 മുകളിലൊക്കെ പോയിട്ട് വന്ന് ഈ 356 കട്ട് ചെയ്താൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഈ ഷെയർ നോക്കിയാൽ ചെയ്യാം. ആദം വാൽവ് എന്ന് പറയുന്നത്, ഇത് ലെവൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വോളിയം നോക്കുക. വോളിയം നോക്കിയിട്ട് നല്ല വോളിയം ഉണ്ടെങ്കിൽ മാത്രം സെല് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക ഷെയർ. അപ്പോൾ ഇത്രയും ഷെയറുകളാണ് നോക്കാനുള്ളത്. ഈ ഷെയറിനകത്ത് നമ്മുടെ CPR ചാർട്ടുകളാണ്. നമ്മുടെ സ്ട്രാറ്റജിയുടെ രീതി വരുന്നത് നമ്മൾ ചാൻസ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.